ഗ്ലോബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ചിലപ്പോൾ വലിയ വില കൂടിയ മേക്ക് ഓവറുകളായിരിക്കുമല്ലേ. എന്നാൽ സത്യത്തിൽ അതല്ല. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എനർജിയെയും മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ചെറിയ സ്ഥിരമായ ചില ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഇതിൽ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കിയാൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലുക്കിലും ഫീലിലുമൊക്കെ പ്രകടമായൊരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു വലിയ വാഗ്ദാനമാണ്. ചെറിയ മാറ്റങ്ങൾക്ക് പോലും എത്ര വലിയ ഫലങ്ങൾ നൽകാൻ കഴിയുമെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഒരു റൂട്ട് മാപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ മനോഭാവത്തിൽ നിന്നും ഊർജ്ജത്തിൽ നിന്നുമാണ്. പിന്നെ നമ്മൾ ശരീരത്തെയും ചർമ്മത്തെയും എങ്ങനെ പരിപാലിക്കാമെന്ന് നോക്കും. അതിനുശേഷം ഈ നല്ല മാറ്റങ്ങളെല്ലാം എങ്ങനെ സ്ഥിരം ശീലങ്ങളാക്കാമെന്ന് പഠിക്കും. അവസാനം നിങ്ങൾക്കായൊരു കംപ്ലീറ്റ് ആക്ഷൻ പ്ലാനും ഉണ്ടാവും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. യഥാർത്ഥത്തിലുള്ള മാറ്റം, അതായത് ശരിക്കും നിലനിൽക്കുന്ന മാറ്റം, അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാനസിക വ്യക്തതയിലും പോസിറ്റീവ് എനർജിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ മനസ്സമാധാനം അത് സംരക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. എന്നുവെച്ചാൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ആദ്യം നിർത്തുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളെ ശരിക്കും ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ആളുകളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. ടെൻഷൻ തോന്നുമ്പോൾ വെറുതെ ഒന്ന് നിർത്തി 5 തവണ ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടാൽ മതി. ആശ്വാസം തോന്നും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമുക്ക് സ്വയം മെച്ചപ്പെടാൻ പറ്റുമെന്നൊരു വിശ്വാസമില്ലേ? അതാണ് സംഭവം. ഈ ചെറിയ ശീലങ്ങൾ ആ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കും. ദിവസവും ഒരു 10 പേജ് വായിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും. കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത് നിങ്ങളെപ്പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ നല്ലതാണ്. അതുപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നത് നിങ്ങളിലും ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. ഓക്കേ, അപ്പം നമ്മൾ മനസ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ശരിക്കും കാണാനും അനുഭവിക്കാനും പറ്റുന്ന മാറ്റങ്ങളിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. നിങ്ങളുടെ രാവിലത്തെ കുറച്ച് സമയം ഈ 4 കാര്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ മതി. ഉണർന്നുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഒരു 10 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് നിങ്ങളെ ഉണർത്തും. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ ഒരു പ്രത്യേക ഫ്രഷ്നെസ് കിട്ടും. പിന്നെ ചെറിയൊരു വ്യായാമം, അത് ആ ദിവസത്തേക്കുള്ള ഒരു നല്ല തുടക്കമാകും. ഇവിടെ നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. ഒരു വശത്ത് നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്ന ഭക്ഷണങ്ങൾ, മറുവശത്ത് അത് ഇല്ലാതാക്കുന്നത്. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി തോന്നും. അതേസമയം സംസ്കരിച്ച ഭക്ഷണങ്ങളും മധുരമുള്ള പാനീയങ്ങളുമൊക്കെ നമ്മളെ തളർത്തുകയുള്ളൂ. ഈയൊരു മാറ്റം മാത്രം മതി നിങ്ങളുടെ ചർമ്മത്തിലും എനർജിയിലും വലിയ വ്യത്യാസം കാണാൻ. ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷേ നമ്മളിൽ പലരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്: ഉറക്കം. വെറുതെ പറയുന്നതല്ല, 8 മണിക്കൂർ ഉറക്കം എന്നത് നമ്മുടെ ചർമ്മത്തിനും മനസ്സിനും ചിന്തകൾക്കും വളരെ അത്യാവശ്യമാണ്. ഇതിനെ ഏറ്റവും വില കുറഞ്ഞൊരു ബ്യൂട്ടി ടൂൾ എന്ന് തന്നെ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഇതൊക്കെ ഒന്നിച്ചു വരുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. നല്ലൊരു നിൽപ്പ്, വൃത്തിയുള്ള കൈകൾ, പിന്നെ മുഖത്തൊരു പുഞ്ചിരി, ഇതൊക്കെ നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കും. ദിവസവും 10,000 സ്റ്റെപ്സ് നടക്കുക. ഇതൊരു വ്യായാമം മാത്രമായി കാണരുത്. സത്യത്തിലിത് ഒരു ഫ്രീ, നാച്ചുറൽ ഗ്ലോ ബൂസ്റ്ററാണ്. നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും നല്ലതാണ്. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് നടക്കുന്നത് ഒരു ധ്യാനം പോലെ ഫലം ചെയ്യും. ഓക്കെ, ഇതൊക്കെ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങള്. പക്ഷേ പെട്ടെന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിലോ? ഒറ്റ രാത്രി കൊണ്ട് ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്ന ചില പൊടിക്കൈകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ. ഒന്നാമതായി, തലയുടെ കവർ ആഴ്ചയിൽ 2 തവണയെങ്കിലും മാറ്റുന്നത് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഫോൺ ദൂരെ വെച്ച് ഉറങ്ങുന്നത് നല്ല ഉറക്കം കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ ഉറങ്ങുന്നതിനു മുൻപ് ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് ശരീരത്തിന് നല്ല റിലാക്സേഷൻ നൽകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനം എന്താണ്? ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം, അല്ലേ? കുറച്ചു ദിവസം ചെയ്തിട്ട് നിർത്താനുള്ളതല്ലല്ലോ. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 2 മിനിറ്റ് റൂൾ. ഇത് ഭയങ്കര സിമ്പിളും പവർഫുള്ളുമാണ്. ഒരു കാര്യം ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ മതിയെങ്കിൽ അത് അപ്പോ തന്നെ ചെയ്യാം, പിന്നത്തേക്കും മാറ്റിവെക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ജോലികൾ കുന്നുകൂടുന്നത് ഒഴിവാക്കാം, ഒപ്പം നമുക്കൊരു അച്ചടക്കവും വരും.
ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനുള്ള ചില വഴികളാണ് ഇത്. നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക, തലയുയർത്തി ആത്മവിശ്വാസത്തോടെ നടക്കാൻ പരിശീലിക്കുക, സംസാരിക്കുമ്പോൾ കുറച്ചു പതുക്കെ ആലോചിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് നിങ്ങളോട് ഒരു മതിപ്പ് തോന്നാൻ സഹായിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലം പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സും. അതുകൊണ്ട് മുറിയൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കിടക്ക വിരിക്കുന്നത് ആ ദിവസത്തെ നിങ്ങളുടെ ആദ്യത്തെ വിജയമാണ്. പിന്നെ നിങ്ങളുടെ പുരോഗതിയും ലക്ഷ്യങ്ങളുമൊക്കെ ഒരു ജേണലിൽ എഴുതിവെക്കുന്നത് മുന്നോട്ടു പോകാനുള്ള വലിയൊരു പ്രചോദനമാകും. അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാം? നിങ്ങൾക്കുള്ള ഒരു ഫൈനൽ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം. ഇതെല്ലാം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ചാർട്ട് നോക്കൂ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതായത് 40% നമ്മുടെ മനോഭാവത്തിനും ഊർജത്തിനുമാണ്. കാരണം അതാണ് എല്ലാത്തിന്റെയും അടിത്തറ. ആ ശക്തമായ അടിത്തറയ്ക്കു മുകളിലാണ് നമ്മുടെ ശാരീരികമായ മാറ്റങ്ങളും നല്ല ശീലങ്ങളും കെട്ടിപ്പടുക്കേണ്ടത്. അതുകൊണ്ട് അവസാനം ഓർത്തുവെക്കാൻ ഈ 3 കാര്യങ്ങൾ മതി. 1. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. 2. നിങ്ങളുടെ ശരീരം, നല്ല ഉറക്കവും ഭക്ഷണവും വ്യായാമവും നൽകി അതിനെ പരിപാലിക്കുക. 3. നിങ്ങളുടെ ശീലങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ അച്ചടക്കമുണ്ടാക്കിയെടുക്കുക. ഈ 3ലും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മാറ്റം ഉറപ്പാണ്. അവസാനമായിട്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇത് വെറുമൊരു വാക്കല്ല, ഒരു പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ്. നിങ്ങൾ എങ്ങനെയാകാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെപ്പോലെ ഇപ്പോൾ തന്നെ പെരുമാറിത്തുടങ്ങുക. മാറ്റങ്ങൾക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യാത്ര ദേ ഇവിടെ തന്നെ തുടങ്ങുകയാണ്.